Excuse me, hi. May I ask you for a favor? We are recording for a TV show. Just gonna take a minute, okay? What's your name? Sahana, come close, please. Sahana, look at me. You're comfortable, right? What I want you to do, look right underneath my eye, and could you think of a childhood friend? ചെറുപ്പത്തിൽ ഏതെങ്കിലും ഒരു emotionally attached, I mean, someone from your childhood or whatever, okay? So think about it, think of the person, and from a moment, step a little forward, and I want you to be completely relaxed, okay? Use your imagination to the core, and look at me right underneath my eye for a moment. Give me a hand. Look at me. What's your name again? Your name? Sahana. Come, step a little forward and focus and take a deep breath. Burning the road through my mind and sleep. For the light. You can still hear and understand everything that I'm saying. That's really important. This will allow you to do this perfectly. Every single breath, you're sinking deep and deep and deeper. Right the way down, right the way deep, right the way sound asleep. In your mind, Shana, in your mind, repeat the name to yourself over and over again. Just repeat it to yourself over and over again. And do not move your lips though. Feeling absolutely comfortable and relaxed. All right, 3. Take a deep breath. Fill in your 2 and 1. Come back to the room. How do you feel? Are you okay? Next time when you meet Skaya, convey my regards. Burning the road through my mind are on fire. For the light you shed was blinding. Every little movement, every little thing you do is its sleight of hand that commands my heart to love you. Every little movement. അപ്പോൾ അയാൾ എന്നോട് ആ കാര്യം പറഞ്ഞു. സംഭവം എന്ന് വെച്ചാൽ ഫന്നിയാണ്, എന്നാൽ എനിക്ക് അതിനോട് വിശ്വാസമില്ല, അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ആദ്യോട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ലൈക്ക് ഞാൻ എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഒരു വലിയൊരു പ്രിൻസ്, ലൈക്ക് വലിയൊരു കുടുംബത്തിലൊരു രാജാവിൻ്റെ മകനും, എന്നാൽ ഞാനൊരു ദേവിയുടെ ഭയങ്കരമായിട്ടുള്ളൊരു ഭക്തനായിരുന്നു. ദേവി, ഈ ദേവീനെ കുറിച്ച് പുള്ളിക്കാരൻ പറഞ്ഞത് 16 വയസ്സ് പ്രായം, എന്നാൽ ലോട്ടസിൻ്റെ കളറില്ലേ, ലോട്ടസിൻ്റെ കളറാണ്, ആൻഡ് കൈൻഡ് ഓഫ് ക്രിസ്റ്റൽ ബോഡി, അത്രയും പോളിഷിങ് ഉള്ളൊരു ഭയങ്കര അതിസുന്ദരിയായ ഒരു ദേവീനെ ഭയങ്കരമായിട്ട് പൂജിച്ചുകൊണ്ട് നടന്ന ഒരു പയ്യനായിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് എ തിങ്. അത് ഭയങ്കര ഒരു ഫാസിനേഷനായിരുന്നു. എന്നാൽ ഈ ജന്മത്തിൽ ഞാൻ കൃഷ്ണൻ്റെ ഭക്തനും, വിഷ്ണു കൃഷ്ണൻ എന്നാണ് എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഇഷ്ടം. അതുപോലെ ശിവനോടൊരു താല്പര്യമുണ്ട്. ദിസ് ഗോട്ട് നത്തിങ് ടു വിത്ത് റിലീജിയൻ ആണോ. ഓക്കെ, ഞാൻ ജസ്റ്റ് പറയാണ്. അപ്പോൾ അതുകൊണ്ട് ദേഷ്യത്തിൻ്റെ ഒരു അംശം എനിക്കുണ്ട്. കൃഷ്ണനായതുകൊണ്ട് അതിൻ്റെതായ ചില ക്വാളിറ്റീസ് ഉണ്ട്. എൻ്റെ അച്ഛൻ ലൈക്ക് ഇപ്പോഴത്തെ അച്ഛൻ ആ കഴിഞ്ഞ ജന്മത്തിൽ സപ്പോസ് ടു ബി എ വാരിയർ ഇൻ ദാറ്റ്, ആ കിങ്ഡമിൽ വലിയൊരു വാരിയർ ആയിരുന്നു. ആൻഡ് അമ്മ തൊട്ടടുത്തുള്ളൊരു എന്താ പറയുക കിങ്ഡത്തിലെ ഒരു ഷി വാസ് ദെയർ ആൻഡ് വി ആർ ഓൾ ഫ്രം ദറ്റ് സെയിം കമ്മ്യൂണിറ്റി. അങ്ങനെയൊക്കെ ഞാനിത് കേട്ട് ഇങ്ങനെ ഒരുമാതിരി ദാറ്റ് ഈസ് എപ്പോഴും ഫാസിനേഷനാണല്ലോ. ഐ ഓൾവേസ് പെട്ടെന്ന് എങ്ങനെയാണ്. സോ ഈ ലൈഫ് ആഫ്റ്റർ ഡെത്ത് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഡസ് ഇറ്റ് എന്താ പറയുക ഒന്ന് പോകണ്ട. ഇതൊക്കെ കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഉണ്ണിയുടെ ക്യാരക്ടറായിട്ട് സ്യൂട്ട് ആവണ്ടേ. ഇപ്പം എന്നെയൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ, ഈ രമണ മഹർഷിയുടെ എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം മരിക്കാറായി. അപ്പോൾ പക്ഷേ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്ലസൻ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, അങ്ങ് എന്താണ് ഇങ്ങനെ ഇത്രയും സന്തോഷിച്ചിരിക്കുന്നത് ഈ സമയത്ത്, എല്ലാവരും വിഷമിച്ചിരിക്കുന്ന അങ്ങനെ ഒരു സമയമല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തിനാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചും കണ്ടും പഠിച്ചും മനസ്സിലാക്കിയും തീർത്തു. അപ്പോൾ ഇനി അനുഭവിക്കാത്ത പരിചയമില്ലാത്തൊരു കാര്യമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ വിഷമം എന്തിനാണ്? അതായത് മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഐ എം ഡെഫിനറ്റ്ലി ഗോണ കം ബാക്ക്, അല്ലേ? ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും. അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ പിടിച്ചിട്ട് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ആൾക്കാരുടെ
ലൈഫ് ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ ആൾക്കാരുടെ അജ്ഞത ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ട്. എന്താണ് നമുക്കിങ്ങനെ ഒരു തെളിവ് കൊടുക്കാൻ പറ്റും? ആരെങ്കിലും വന്ന് പറയണം അല്ലേ? ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ആധുനിക ഇന്നത്തെ മോഡേൺ വേൾഡിൽ ഈ ഒരു ലൈഫ് ആഫ്റ്റർ ഡെത്ത് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് ഈ ഒരു കോൺസെപ്റ്റ് വന്നത് 80s ഒരു ഡോക്ടർ റെയ്മണ്ട് ആർ മോദി, ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇറങ്ങി 80s, ലൈഫ് ആഫ്റ്റർ ലൈഫ്. അപ്പോൾ ഇതിന് അതിനു മുമ്പേ പുരാണത്തിലൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഈ സബ്ജക്റ്റ് അറിയാമല്ലോ. പക്ഷേ ഇതിന് ശേഷമാണ് ഇപ്പോഴത്തെ മോഡേൺ വേൾഡിൽ ഇതിനെപ്പറ്റി കുറേ ഡിസ്കസ് ചെയ്യാനും. മിസ്റ്ററി എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ എല്ലാം ഇവിടെ തന്നെ വിട്ടിട്ട് ഇത് ഇവിടെ തീരുവാണെന്ന് വിശ്വസിക്കാനുള്ളൊരു പേടി കൊണ്ടാമറ്റായിരിക്കണം. ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, പക്ഷേ അങ്ങനെ പറയാൻ വിശ്വസിക്കാനൊരു കഥകൾക്കപ്പുറത്തൊരു പ്രൂഫ് വേണ്ടേ? അപ്പോൾ ഞാൻ പറയുന്നത്, പിന്നെ ഇപ്പം റീസെൻ്റ്ലി ഒരുപാട് ചോദ്യം വരുന്നത് ഈ 94 മെനി മാസ്റ്റേഴ്സ് മെനി ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു പുസ്തകം. അപ്പോൾ ആ സീരീസിൽ എനിക്കതൊക്കെ കുറേ കൂടി അതായത് ഒരു കൺഫ്യൂസ്ഡ് ഡോക്ടർ, ഒരു ബ്രില്യൻറ്റ് ഓതർ, അങ്ങനെ ഒരാൾ എഴുതിയൊരു പുസ്തകമായിട്ട് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇപ്പം ഞാൻ ഒറ്റ കാര്യം പറയാം. ഇപ്പം അങ്ങ് ഒരു 3 ആളുടെ അടുത്ത് പോവാം, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ നടത്തുന്ന ഒരു 3 ആളുടെ അടുത്ത് പോവാം. എന്നിട്ട് അവരോട് ചോദിക്കാം, എന്തിനാണ് 3 പേരും 3 കഥകൾ പറയുന്നത്? 3 പേരും ഒരു കഥയോ അതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അല്ലേ അറബി നമുക്ക് വിശ്വസിക്കാൻ എന്തെങ്കിലും ഉണ്ട്. പക്ഷേ ഒബ്വിയസ്ലി നിങ്ങൾ 50 പേരെ കണ്ടോളൂ, 7 ജന്മങ്ങളുണ്ടെന്നാണ് പുരാണത്തിലൊക്കെ പറയുന്നത്. 54 ലൈഫ് വരെ റീകോൾ ചെയ്ത ആൾക്കാരുണ്ട് അത്ര. ഇപ്പോൾ എൻ്റെ ഒരു ഡൗട്ടാണ് അതിനെക്കുറിച്ച്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഓൾ ഈസ് ഫെയർ. പക്ഷേ ഇപ്പോൾ ജനിച്ച് വീഴുന്ന ഒരു കുട്ടി ഫ്രം ബർത്ത്, ഈ കുട്ടിക്ക് മേ ബി ഫിസിക്കൽ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും അല്ലെങ്കിൽ മാനസികമായിട്ട് ഓരോരുത്തരുടെ ലൈഫ്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ നല്ല കുടുംബത്തിൽ ജനിച്ചു, നല്ല ദൈവം എനിക്ക് ആവശ്യത്തേക്കാൾ കൂടുതൽ സപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുകയാണ് സംതിങ് ഗുഡ് ഈസ് ഹാപ്പനിങ്. ഒരാവശ്യം നമ്മൾ അറിയിക്കുന്നില്ല, എന്നാലും എവറിത്തിങ് ഈസ് ഗുഡ്, ടച്ച്. പക്ഷേ മറ്റുള്ളവരുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. വൈ ഇസ് ഇറ്റ്? ഐ മീൻ ആ ഒരു ഇംബാലൻസ് എന്തിൻ്റെ പേരില്ല? ഇതൊരുമാതിരി രമണ മഹർഷിയോട് ചോദിക്കേണ്ടത്. See, if I would ask you to imagine, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് സൂപ്പർ ഹീറോനെ ആലോചിക്കാൻ പറഞ്ഞാണ്, ഒരു സൂപ്പർ ഹീറോ, ഓക്കെ, വാട്ട് വുഡ് യു നെയിം? ഐ മീൻ ആരെ പറയും? യെസ്, ഓണസ്റ്റ്ലി സൂപ്പർമാൻ. സൂപ്പർമാൻ. ഓക്കെ, സി ഇത് നമ്മൾ ഡിസ്കഷനിലൊന്നും ഇത് വന്നിട്ടില്ല. ട്രൂ, ഇറ്റ്സ് എ റാൻഡം ഡിസിഷനിലോ അല്ലേ? ഷുഡ് ഐ സേ ടാ? പക്ഷേ ഉണ്ണി ഒരു കാര്യം, ചെയ്യാത്തവർക്ക് എനിക്ക് ക്രെഡിറ്റ് വേണ്ട, ഇതറിയാൻ മെൻ്റലിസ്റ്റ് ഒന്നും ആവണ്ട. ഉണ്ണിയുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്ന ആർക്കും മനസ്സിലാവും ഉണ്ണി ഈസ് ലൈക്ക് ക്രേസിലി അല്ലേ അഡിക്റ്റഡ് ടു ദിസ് ഗൈ ഓർ സംതിങ്, ഐ ഡോണ്ട് നോ. എന്താണെന്ന് വെച്ചാൽ സൂപ്പർമാൻ്റെ കൺസെപ്റ്റ്, ആ എസ് എന്ന സിമ്പിൾ ഉണ്ടല്ലോ, അതെ അതെ, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഹോപ്പ്. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു ഹോപ്പ് വേണമല്ലോ എവിടെ പോകണമെങ്കിലും. And I left it blank. Why would you do that? I want you to fill in, നിങ്ങളുടെ ഹോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ. ഇപ്പം നമ്മളൊരു മെമ്മറി, ഇപ്പം ഞാൻ ഇതിൽ കളർ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഇഷ്ടമുള്ള ഒരു ഐഡിയൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ആണെന്ന് പറഞ്ഞു, ആ ക്യാരക്ടറിൻ്റെ ഡ്രസ് കോഡ് എല്ലാം യൂണീക്ക് ആണല്ലേ? അതിൻ്റെ കളേഴ്സ് എല്ലാം ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? ഓർത്തെടുക്കാം, പക്ഷേ ലേറ്റസ്റ്റ് പറയണോ അതോ പഴയത് പറയണോ? രണ്ടും. ശരി, ലേറ്റസ്റ്റിൽ ഇപ്പോൾ കുറച്ച് ഡാർക്ക് ബ്ലൂ ആൻഡ് റെഡിൻ്റെ കോമ്പിനേഷൻ. എവിടെയാണ് റെഡ്? ഇവിടെ ആൻഡ് ഡാർക്ക് ബ്ലൂ സൂട്ട് ആൻഡ് ഒരു കേപ്പ് ഉണ്ട് റെഡ് കളർ. വെരി നൈസ്. അപ്പോൾ അത്രത്തോളം ഷൂസ് റെഡ് ആണ്. വെരി നൈസ്. ഓക്കെ, പിന്നെ റെഡ് ഉണ്ട്. സി നമ്മൾ ഇതുപോലെ നമ്മുടെ ഒരു മെമ്മറി നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പരമാവധി വിശദാംശങ്ങളോടുകൂടിയാണ് ഇത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ? പക്ഷേ ഹിയർ നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞാൽ, ഐ വാണ്ട് യു ടു യൂസ് യുവർ ഇമാജിനേഷൻ. വി ആർ കൈൻഡ് ഓഫ് സൂപ്പർമാനെ പറയും ഈ പാസ് വിത്ത് കളേഴ്സ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞാൽ, ഐ വാണ്ട് യു ടു ഇമാജിൻ, ഇവിടെ ഒരു 5 കളർ ഉണ്ടോ? ഈ 5 കളേഴ്സും look around and then it's like flying around, okay? One at a time ഒരു കളർ അതിൽ നിന്ന് പിക്ക് ചെയ്തിട്ട്, ഓക്കെ, ഇറ്റ്സ് എ ഫ്ലൈയിങ് കളേഴ്സ് ഓൾ ഓഫ് ദം, പിക്ക് ചെയ്തിട്ട് അങ്ങ് ഇത് റീക്രിയേറ്റ് ചെയ്യുവാണ്, ഈ സൂപ്പർമാൻ ഒരു റീഡിസൈൻ ചെയ്യുവാണ്. ഇപ്പോൾ ഈ 5 കളർ മാത്രമേ ഓപ്ഷനിലുള്ളൂ. ന്യൂ ഡിസൈൻ. അത് ഉള്ളതുമായിട്ട് ക്ലബ് ചെയ്യൊന്നും വേണ്ട, അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കാൻ പറ്റുവാണെങ്കിൽ. പക്ഷേ അങ്ങയുടെ വേർഷൻ, അങ്ങയുടെ ഫേവറേറ്റ് ഹീറോക്ക് ഉണ്ണി കൊടുക്കുന്ന ഒരു വേർഷൻ. അപ്പോൾ
നമ്മൾ ഒന്ന് ആ പിക്ചർ ഒന്ന് ശരിക്കും നോക്കൂ. ഓക്കെ. ഐ എം ഗോണ മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ. I'm gonna remove this, okay? ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ വരച്ചിരിക്കുന്ന എന്തോ അത് എനിക്ക് അറിയാനുള്ള പോസിബിലിറ്റി എന്താണ്? ഒന്നുകിൽ ഞാനിത് പീക്ക് ചെയ്യണം, അല്ലെങ്കിൽ കാണുന്ന ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരണം, അല്ലേ? 0%. ഓക്കെ, 0%. നമ്മൾ മുമ്പെപ്പോഴും സംസാരിച്ചതായിട്ട് ഓർമ്മയുണ്ട് അബൌട്ട് ക്രിസ്റ്റഫർ നോളൻ. അതെ, ക്രിസ്റ്റഫർ. ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻസെപ്ഷൻ, അല്ലേ? ഇമാജിൻ നമ്മുടെ ഇതിപ്പം ഉണ്ണിയുടെ ഇമാജിനേഷനാണ്. See, I swear we didn't set this up, okay? Pinky promise. I mean, I didn't. നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സത്യം ചെയ്യും. സത്യം. അവരുടെ അടുത്ത്. ഓക്കെ. വാട്ട് ഈഫ് സംബഡ് കുഡ് ഇൻസെപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഇൻജെക്ടിങ് ആൻ ഐഡിയ ഇൻ ടു യുവർ സബ് കോൺഷ്യസ്, അല്ലെങ്കിൽ പീക്കിംഗ് ഇൻ ടു യുവർ ഡ്രീം, അല്ലേ? അതുപോലെ തന്നെ ഇപ്പം ഉണ്ണിക്ക് തോന്നിയ ഈ ഇമാജിനേഷനിൽ എനിക്ക് കുറച്ച് മുമ്പേ അല്ലെങ്കിൽ ഉണ്ണിയോടൊപ്പം പീക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഹൗ കൂൾ ദാറ്റ് കുഡ് ബി. ഗ്രേറ്റ്. ഞാനൊന്ന് കണ്ടോട്ടെ. ഞാൻ ഇപ്പോൾ ഇത് കാണിച്ചു തരാം, പ്ലീസ്. Interesting. Unni. Okay. Don't tell me, come on. It's better than that. It's better than that. This is a little gift that I prepared for you. And now, this is for you. This is for our friendship. Can you take it? Can you really take it? Is that exact? It's not like anju color. It's green. Okay. Green, red for the body. Red for the body. Your S, U for Unni. You won't believe. This thing. ഞാൻ വെച്ചോ ബാക്കി. You just did it. Oh, that's so cool. Look at that. For the camera, who is taking it? Okay, awesome. പക്ഷേ പിന്നെ എന്ത് നമ്മൾ ചെയ്താലും, നമ്മൾ എങ്ങനെ ചെയ്താലും നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് കുറേ പേരെടുത്ത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം ഇരിക്കും പ്ലീസ്. ഇനിയിപ്പോൾ ഇവിടെ റൂമിൽ നോക്കാം, ഈ ആൾക്കാർ പറയാൻ തുടങ്ങും കേട്ടോ, ഓൺലൈനിലൊക്കെ കമൻറ്റ് ഉണ്ടാവും. ചിലപ്പോൾ അവിടെ ഒരു 6-8 പിക്ചർ ഇതുപോലെ ഉണ്ടാവും, എല്ലാ കളറിൻ്റെയും കോമ്പിനേഷൻ. 5 കളറിൻ്റെ ഇതുപോലുള്ള കോമ്പിനേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഇറ്റ്സ് ഗോണ ബി ലൈക്ക്. അല്ല, ഞാൻ മേ ബി ആ വീഡിയോയിൽ കണ്ടെങ്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് അറിയാം. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ബിക്കോസ് യു ലൈക്ക് ആർ യു ഡൺ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കി, ബെൽറ്റ്. See, that has to be exact, അല്ലെങ്കിൽ നമ്മൾ മാത്രമല്ല നമുക്ക് മുമ്പേ അല്ലെങ്കിൽ ഉണ്ണിക്ക് മുമ്പേ ഈ ക്യാമറ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും മുമ്പേ ഇതറിഞ്ഞ ഒരുപാട് പേരുണ്ട്. ഉണ്ണി നമ്മൾ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉണ്ണിയോട് ഒരു റിക്വസ്റ്റ് തന്നിരുന്നു. എന്താണെന്ന് ഓർക്കുന്നു?
ഇവിടെ വന്നിരിക്കുമ്പോൾ? കുറച്ച് എൻ്റെ ഇത് ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞു ഫോൺ കയ്യിൽ വെച്ചോളൂ, പക്ഷേ ഫോൺ നോക്കരുതെന്ന് പറയരുത് അല്ലേ? അങ്ങ് നോക്കിയിട്ടില്ല അതിന്? അതേപോലെ അത് വെച്ചോളൂ. നെറ്റ് കിട്ടില്ലേ? ഉണ്ട്. ഒന്ന് എടുക്കോ. നമ്മൾ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് അബൌട്ട് ഹാഫ് ആൻ അവർ ഓർ ഐ ഡോണ്ട് നോ അതിലെടുത്തിട്ട് ഫേസ്ബുക്ക് എടുക്കോ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു റീഅഷ്യൂർ ടു ദ പീപ്പിൾ, അവിടെ ഇരിക്കുന്ന ആൾക്കാർ. ആൻഡ് എൻ്റെ പേജിലേക്ക് പോകും, മെൻ്റലിസ്റ്റ് ആദി, AATHI, little extra marketing there. Okay. See, I liked it. You did? I didn't notice. Okay. ഒരു അരമണിക്കൂർ മുമ്പ് 1 മണിക്കൂർ മുമ്പ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു, ഐ വാസ് സോ ഷുവർ ഇതൊരു ചാൻസ് എടുത്തതല്ല ഞാൻ. ഇപ്പോൾ ആൾക്കാർ പറയും ഇത് ഉണ്ണി അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ പിക്ചർ കാണിക്കില്ലായിരുന്നൊക്കെ പറയാം. അതുകൊണ്ട് ടു മേക്ക് ഷുവർ എവ്രി വൺ ഔട്ട് ദെയർ ദിസ് എക്സാക്ട് തിങ് ഐ പ്ലാൻഡ്. I posted it in there. You can see 37 minutes ago. Okay, that is exact thing. Now you go share it. Okay, so the comments വന്നിട്ടുണ്ടല്ലോ. ഉണ്ടോ? ഓൾറെഡി ഉണ്ടോ? You got like 12 comments. I don't know. I am waiting. അപ്പോൾ മിഥുൻ, ഹായ് മിഥുൻ. വെറൈറ്റി പ്രോഗ്രാം ഉടൻ പ്രതീക്ഷിക്കുന്നു. ഇൻഡയറക്റ്റ് ഫേസ്ബുക്ക് ലൈവ്. ഉണ്ണികൃഷ്ണൻ ഭീമൻ. ഹായ് ഉണ്ണിയേട്ടാ. സിനിമയാണോ സർ? സിനിമ ആവട്ടെ. എല്ലാവർക്കും ഒരു ഹായ് പറയൂ. ഹായ്. താങ്ക് യു ഫോർ ബീങ് പാർട്ട് ഓഫ് അവർ ഷോ ദ മെന്റലിസ്റ്റ്. താങ്ക് യു സോ മച്ച്. സി, ഇവിടെ കുറേ സ്റ്റുഡിയോ ഓഡിയൻസ് ഉണ്ടായെങ്കിൽ ഐ റിയലി വുഡ് ലവ് ദാറ്റ് ചിയറിംഗ് തിങ്, യു നോ. ഫാന്റാസ്റ്റിക്. തിളങ്ങുന്നേ മനമൊരുങ്ങുന്നുണ്ടേ കൺതുറക്കുന്നേ ഇനി ആനന്ദമേ പിന്നോട്ടു പായും ലോകം നാനാനാനാനോ മുന്നോട്ടു വേഗം പോകാം നാനാനാനാ തിളങ്ങുന്നേ മനമൊരുങ്ങുന്നുണ്ടേ കൺതുറക്കുന്നേ ഇനി ആനന്ദമേ. അതങ്ങനെ കമ്പോസ് ചെയ്തതല്ലേ? അല്ലേ? പറയൂ. എനിക്ക് ഈ ഒരുപാട് ഷോസ് അല്ലേ, പ്രൊമോഷൻ ആയിക്കോട്ടെ, നമ്മൾ എന്തൊക്കെയോ പറയും, പക്ഷേ ഈ ചോദിച്ച് മറന്ന ചോദ്യങ്ങളൊന്നും എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല ചോദിക്കാൻ. എന്താണ് അങ്ങയുടെ ഇന്നർ മോണോലോഗ്? ഇത് അൾട്ടിമേറ്റ്ലി ഇതിലിപ്പം ആനന്ദത്തിൽ ഫസ്റ്റ് ചെയ്ത പാട്ട് ഈ ഫിലിമിലെ ഭയങ്കര ഒരു പേഴ്സണൽ മൊമെൻറ്റിലുള്ളൊരു പാട്ടാണ്. അതായത് ഗണേഷിനും ഇത് എഴുതിയപ്പോൾ ഗണേഷിനും അത് വായിച്ചപ്പോൾ എനിക്കും ഒക്കെ ഭയങ്കര പേഴ്സണൽ കണക്ട് തോന്നിയ ഒരു മൊമെൻറ്റിലാണ് ഇതിൽ ഫിലിമിൻ്റെ ഫസ്റ്റ് സോങ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ പാട്ടിനും ഞാൻ ചെയ്യാൻ നോക്കിയത് ആ കണക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഈ ആനന്ദത്തിലേക്ക് ചെയ്ത ഫസ്റ്റ് സോങ് നിലാവിലെല്ലാമേ എന്നുള്ളൊരു സോങ് ആണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു വൈബും ആ ഒരു കണക്റ്റും ബാക്കിയുള്ള സോങ്സിലൊക്കെ കൊണ്ടുവരാനാണ് ദാറ്റ്സ് ഓൾവേസ് ദി അറ്റംപ്റ്റ്. അത് അതിൽ സക്സസ്ഫുൾ ആവാന്നുള്ളായിരുന്നു എൻ്റെ എപ്പോഴും ഉള്ളൊരു അറ്റംപ്റ്റ്. അപ്പം അതായിരുന്നു എപ്പോഴും ഉള്ളൊരു കാര്യം. നമ്മൾ ആദ്യത്തെ സോങ് ചെയ്തപ്പോൾ ഒരു വൈബ് ഉണ്ടല്ലോ, അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്ത ഒരു സോങ്ങിൻ്റെ ആ വൈബ് ബാക്കിയുള്ള സോങ്ങിലും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ആ ക്യാരക്ടേഴ്സിൻ്റെ വേൾഡിലും അവരുടെ ഒരു വേൾഡ് ഒരു ഇൻട്രാക്ഷനിലും ഒക്കെ ഈ പാട്ട് ഷുഡ് ബി റെലവെൻറ്റ് എന്നുള്ളൊരു സാധനം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാം അല്ലേ? ഓഫ് ദ ബീറ്റ് എ ലിറ്റിൽ ബിറ്റ്. അതൊന്ന് കയ്യിലെടുക്കോ പ്ലീസ്? യെസ്. റിലാക്സ് എ ബിറ്റ്. ഓക്കെ, നോ പ്രജുഡിഷൻ. ഒന്നും വരയ്ക്കാൻ വേണ്ടി പാടില്ല, പ്രജുഡൈസ്ഡ് ആവരുത്. What I want you to do first, to stare at it right underneath my eye for a moment. Okay, and I want you to think of a song, Conditions of Life. It's a Malayalam song, a melody song. Okay, a Malayalam melody. ഒന്ന് മനസ്സിലൊന്ന് പാടുക, പക്ഷേ നോട്ട് യെറ്റ്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ആ പാട്ട് കേൾക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഒന്ന് പോവും.
ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാട്ടിന് മെമ്മറി ആയിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ഒരു പാട്ട് എന്തിനാണ് 10 പേർക്ക് 10 രീതിയിൽ ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ എനിക്ക് ചില പാട്ടുകളുണ്ട്, ചില സിനിമ, ഇപ്പോൾ പ്രിയം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ട് അത്ര നല്ല പാട്ട് എന്നല്ല, പക്ഷേ എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുമ്പോഴുള്ള എൻ്റെ മെമ്മറി, എൻ്റെ ചുറ്റുപാട്, സറൗണ്ടിങ്സിന് അത് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ റീസൺസ് ഉണ്ട്. എവറി സോങ് ഹാസ് എ 100 ഐ ഡോണ്ട് നോ സ്റ്റോറീസ് ടു ടെൽ, നോ അൺടോൾഡ് സ്റ്റോറീസ് ടു ടെൽ എന്ന് പറഞ്ഞിട്ട് എന്തോ വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡോണ്ട് ലെറ്റ് ദ ഐഡിയ ഇൻഫ്ലുവൻസ് യു. മനസ്സിൽ നിങ്ങൾക്ക് ആ ഒരു പാട്ടുണ്ട്. But I just want you to give me the starting, what do you say, chord? അയ്യോ, എനിക്കത് ഗിറ്റാർ അത്ര വായിക്കാൻ. No, you don't have to. Just give me something. Okay. But if you have to sing the song, you would begin there. Right. You don't have to read. നിങ്ങളത് പാടരുത്. Right, just right. Okay, just okay, give me the C major, whatever it is. Just don't make it complicated. Right, right. Okay. I want you to be genuinely honest, okay? No, yes. And how am I going to reach you? This is. ഒരു സെക്കൻഡ് ഇവിടെ ഇരിക്കാമോ? Sure. Please. Okay. This should be interesting. Ready? And once you do, ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ you just go ahead. അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്, വേറെ ഒന്നും ചെയ്യണ്ട. Okay. Okay. While I sing it, Exactly. Mind അല്ലേ? Okay, ശരി. ആരും കാണാത്ത പല്ലവേ കാതിൽ മൂളുമീ വേളയിൽ കിനാവ് മായാമഞ്ചലിൽ ഇതുവഴി. How did that happen? I felt a shock. എനിക്കൊരു ഷോക്ക് ഫീൽ ചെയ്തു. ഇവിടെ ഷോക്ക് പെട്ടെന്ന്. I may take it a step further. Okay? And then I need your help too. Okay, you just keep doing that. Please. Ready അല്ലേ? കോഫി കഴിഞ്ഞോ? വായോ. അതവിടെ താഴെ വെച്ചോളൂ. It gets better, trust me. Okay. ഞാൻ എനിക്ക് ഒരു ഹെഡ്ഫോൺ വേണമായിരുന്നല്ലോ. ഞാൻ നിങ്ങളോട് ഹെഡ്ഫോൺ എന്ത് കൊണ്ടുവരാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? Headphone. ഇയർഫോൺ. എൻ്റെ ബാഗിൻ്റെ Please take it. Okay, so you have your earphone അല്ലേ? അവിടെ ഇരുന്നോളൂ for a moment. I need this help വേണം കേട്ടോ. വായോ. എനിക്ക് പേടിയാണ്. പേടിയോ? സിദ്ധിയല്ലേ? ഇരിക്കും. ഞാൻ പേരൊക്കെ പഠിച്ചു എല്ലാവരും. എൻ്റെ പേര് ആർക്കെങ്കിലും ശരി, ആദി അല്ലല്ലോ? ഓക്കെ, ആദി ചേട്ടാ ആണ്. ശരി, ഓക്കെ. നമ്മുടെ പ്രൊഡ്യൂസർ പറയാം ആദി എന്നാണ്. ആദിയുടെ കൂടെ കൂടിയതിന് ശേഷം ആദി പറയും. ലുക്ക് അറ്റ് മീ, നമ്മളും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പക്ഷേ യു ഹാവ് എൻ ഓപ്ഷൻ. ഞാൻ അവിടെ മലയാളം എന്ന് ലിമിറ്റ് ചെയ്തിരുന്നു, പക്ഷേ അങ്ങനെ അങ്ങ് എടുത്ത് ചെയ്യുന്നില്ല. ഓക്കെ, യു ക്യാൻ ഗോ എനിവെയർ ആൻഡ് പിക്ക് എ സോങ്. ഓക്കെ, വെൻ യു ഹാവ് സംതിങ് ഇൻ യുവർ മൈൻഡ്, ലോക്ക് ഇറ്റ്, ഒരിക്കലും മാറ്റരുത്. കിട്ടിയോ? പറ്റിക്കരുത് കേട്ടോ, മനസ്സിലാക്കി. സോ ഇത് ആരടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇവരടുത്ത് അങ്ങനെ ഒന്നും ഇല്ലല്ലോ, ഇത് റാൻഡം തോട്ടല്ലേ, ഇത് ആരടുത്തും സംസാരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അയ്യോ. അപ്പം ഓക്കെ, ഒരു കാര്യം ചെയ്യും, പാടണ്ട. യു ജസ്റ്റ് നോ കൈൻഡ് ഓഫ് അല്ലേ, ഒരു വേരിയേഷൻ അറിയില്ലേ? നെർവസ്. ഓക്കെ, ഒന്ന് എണീച്ച് നിൽക്കാമോ? ആൻഡ് അത് അങ്ങയുടെ ഹെഡ്ഫോൺ ആണ് അല്ലേ? അല്ലേ? എന്ത് ചെയ്യാന്നറിയോ, ഞാൻ പറയുമ്പോൾ കുറച്ച് അടുത്ത് വരൂ. പേടിയാവുന്നുണ്ടോ? ഓക്കെ, ട്രസ്റ്റ് മീ. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലുക്ക് അറ്റ് മീ. മനസ്സിൽ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഇൻ യുവർ മൈൻഡ്, നോട്ട് ഫോർ റിയൽ, ജസ്റ്റ് ഇൻ യുവർ മൈൻഡ്. മനസ്സിൽ പാടുന്നുണ്ടോ? ലുക്ക് അറ്റ് മീ. ആർ യു ഷുവർ? Put it there. Okay. Okay. Sing that in your mind. Sing it. Ready? Focus. The more you focus, the easier it gets. What is it? No. You can hear the song, or are you imagining it? No,
I can hear some. Did it lose? Okay, thank you very much. Thank you so much. Come. What? Just explain it to the camera. What happened? ഞാൻ ഈ വയർ എവിടെയും പ്ലഗിങ് ചെയ്യാത്ത ആ ഫുൾ പാട്ട് ഞാൻ കേട്ട് 8 സെക്കൻഡ് ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. നേരത്തെ എന്റെ നോക്കി കേട്ടപ്പോൾ ഞാൻ ഞാൻ കുറച്ച് കൺവിൻസ്ഡ് ആയി. പക്ഷേ ഇതും കൂടെ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ തവണ യു ആർ നോട്ട് വെരി സെക്കൻഡ് ടൈം യു സ്റ്റാർട്ടഡ് ടു ബി ലൈക്ക് ഇൻ കാലൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പം it was സിദ്ധി കേട്ട ഒറിജിനൽ വേർഷൻ ആണോ പാട്ടിന്റെ? ഓർ maybe she was just making it up. ഞാൻ ഇന്ന് വരുന്ന സത്യം പറഞ്ഞാൽ സ്കെപ്റ്റിക് ആയിരുന്നു കേട്ടോ ഈ കാര്യത്തിൽ. ബട്ട് നേരത്തെ എന്റെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതും കൂടെ കഴിഞ്ഞിട്ട് ബില്യൺ സോങ്സ് ഇൻ ദ വേൾഡ് അല്ലേ? നിങ്ങൾ സൈക്കോളജി മേജർ ഇടേണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഞാൻ ഭയങ്കര നെർവസ് ആയി. ഫിസിക്കലി ഹെഡ്ഫോൺ ഒന്നും കണക്റ്റഡ് പോലെയല്ല. എനിക്കൊന്നും പക്ഷെ ആ സോങ് ഒരു 1 മില്യൺ ലോകത്തൊരു 1 കോടി പാട്ടുകളില്ലേ? പക്ഷെ ഞാൻ പുള്ളിയുടെ ഷോസ് കണ്ടിട്ടുണ്ട്, ക്ലിപ്സ് കണ്ടിട്ടുണ്ട്. അപ്പം എന്നാലും പക്ഷെ സീയിങ് ഇറ്റ് ലൈക്ക് റിയൽ. I'm happy. Or you want to hug me or something? I don't miss this. Okay, please. നമുക്ക് സംസാരം തുടങ്ങാം. എടാ ഇത് ഞാൻ എക്സാമിന് കേൾക്കുന്ന പാട്ടാണ്. അല്ലേ? അങ്ങനെയല്ലേ? അയ്യോ അടിപൊളി. Okay, thank you. നൈസ് ഗ്രേറ്റ് സ്റ്റാർട്ട്. ഒന്നും പറയാനില്ല. Thank you. Gets better again. Every little movement, every little thing you do is its sleight of hand that commands my heart to love you. If someone could, there are only like കുറച്ച് ആൾക്കാരേ ഉള്ളൂ. Okay, someone could hack into your brain and find out the information you are thinking. Or നമുക്ക് ചിലപ്പോൾ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റിയേക്കും. ഇതൊരു ഫോക്കസ്ഡ്. ഓക്കെ, സോ ആരുടെയാണ് സെൽഫോൺ ഉള്ളത്? ഓക്കെ, കെൻ ഐ ഹാവ് വൺ? ലൈക്ക് പാറ്റേൺ ഒന്ന് ഓഫ് ചെയ്യാനാണ്. ഇതിപ്പം ലൈൻ വരക്കുന്ന പാറ്റേൺ ആണോ അല്ല നമ്പറാണോ? ഓക്കെ നമ്പറാണ്. ഓക്കെ, സോ ഐഫോൺ അല്ലേ? 6s+ ആണോ? സോ ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് 4 ഡിജിറ്റ് ആണോ 6 ഡിജിറ്റ് ആണോ? 6 ഡിജിറ്റ് ആണോ? ഓക്കെ, സോ ഈ സ്ഥലത്ത് നോക്കൂ പ്ലീസ്. പറയുമോ എന്താ ചെയ്യാന്നറിയോ? ഒന്ന് ഓണാക്കൂ. ഈ പാസ്വേഡ് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയോ? ആർക്കാണ്? ക്ലീൻ, റൈറ്റ്? ഓക്കെ, കുറച്ചുകൂടി എളുപ്പമായി. ഒന്നാ പാസ്. ഓക്കെ, എന്താ ചെയ്യാന്നറിയോ? ഈ കൈ എടുത്തിട്ട് ഇവിടെ നോക്കോ, ഷോൾഡറിൽ വെരി ടൈറ്റ്. ഓക്കെ, ഞാൻ പറയുന്ന സമയത്ത് ഇമാജിൻ നിങ്ങൾ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ പോകുന്ന പോലെ. ഓക്കെ, ബിലീവ് മീ. ഓക്കെ, വെയിറ്റ് ലുക്ക് അറ്റ് മീ. ദ വേ യു ആർ ലുക്കിംഗ്, നിങ്ങൾക്ക് ആ പാസ്വേഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് റീസൺ ഉണ്ടല്ലേ? ഒരു പെർട്ടിക്കുലർ കാരണം കൊണ്ടാണ് ആ പാസ്വേഡ് സെലക്ട് ചെയ്തത് അല്ലേ? അതായത് ഈ പറയുന്ന നമ്പർ നിങ്ങൾ വേറെ എന്തോ ഒരു കാര്യമായിട്ട് അസോസിയേറ്റഡ് ആണ്, ശരിയല്ലേ? ഇറ്റ്സ് നോട്ട് യുവർ ബർത്ത് ഡേറ്റ്, കാരണം ഇതിന് 6 ഡിജിറ്റ് ഉണ്ട്. ഫോൺ നമ്പർ സച്ച് എ ലേസി ഗേൾ. ബട്ട് അഗൈൻ ഫോൺ നമ്പർ ഇവർക്കൊക്കെ അറിയുമായിരിക്കും, പക്ഷെ കാണാതെ അറിയോ? ഇപ്പം ആർക്കും അതിന് താല്പര്യമില്ല. എവറിത്തിങ് ഈസ് ഇൻ. ഓക്കെ, കാണാതെ അറിയില്ല അല്ലേ? വാച്ച്. സോ ഹൗ കൂൾ ഈസ് ദാറ്റ്? ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയുടെ നമ്പർ ഇങ്ങനെ കണ്ണിൽ നോക്കിയിട്ട്. ഓക്കെ, ലുക്ക് അറ്റ് മീ. ടൈപ്പ് ചെയ്യുന്ന പോലെ വിചാരിക്കുക, 1 at a time. ഓക്കെ, നൈസ് പ്ലേസ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നേക്കണം. സാന്താരി 51. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കൊണ്ടുവരുന്നത്, ആസിഫൊക്കെ ഉണ്ടാകുമ്പോൾ. ഓക്കെ, ദേ മേക്ക് അമേസിങ് ലൈക്ക് കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ അവിടെ സെറ്റ്. ക്യാൻഡിൽ ലൈറ്റ്. അതല്ല അത് നിങ്ങൾക്ക് ആവശ്യം വരുമല്ലോ എന്ന് പറഞ്ഞൊരു നല്ല ഫ്രണ്ടായതാണ്. സോറി.
ഈ മെന്റലൈസ് ഒന്നും കൊണ്ട് ഇങ്ങനെ ഷൂലേസ് തനിയെ കിട്ടാൻ കണ്ടിട്ടുണ്ടോ ഞാൻ ചെയ്യുന്നത്? ശരിക്കും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാം. ഞാൻ തമാശക്ക് ഇപ്പം ഇത് സംഭവിച്ചുകൊണ്ട് ആൾക്കാർ വിചാരിക്കും സ്ക്രിപ്റ്റഡ് ആണെന്നായിരിക്കും ഞാനത് ചെയ്ത. ബട്ട് ഐ വിൽ ബി ഡൂയിങ് ഇറ്റ് സംവെയർ ഇൻ ദ ഷോ. ഓക്കെ. പിന്നെ ഒരു കാര്യം, വേറൊരു കാര്യമുണ്ട്. ഇത് ഗിഫ്റ്റാണോ? അയ്യോ, ബെറ്റർ തന്നെ. ലുക്ക് അറ്റ് മീ. അഗെയിൻ വി ഹാവൻ ടോക്ട് അബൌട്ട് ഇറ്റ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു എസ്റ്റാബ്ലിഷ്. കാരണം എനിക്ക് ചില ഓൺലൈൻ കമൻറ്റ് ഒക്കെ കാണുമ്പോൾ ഒരു മനസ്സിന് കഷ്ടമായിട്ട് ചോദിക്കുകയാണ്, നമ്മളിത് സെറ്റ് ചെയ്തിട്ടില്ലല്ലോ. വി ഹാവൻ പ്ലാൻഡ് എനിത്തിങ്. ഓക്കെ, ലുക്ക് അറ്റ് മീ. ദ ഐഡിയ, അത് ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, സത്യമല്ലേ? ഇല്ല, നമ്മളിതിനെപ്പറ്റി സംസാരിച്ചില്ല. ഓക്കെ, ദ ഐഡിയ, ലുക്ക് അറ്റ് മീ റൈറ്റ് ഹിയർ. ആ ഷെയ്ഡ് ഒന്ന്, ഓക്കെ, സോറി, ജാഡ അതെവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. സോറി. ഇവിടെ നോക്കൂ. റൈറ്റ് അണ്ടർനീത്ത് മൈ ഐഫോൺ ആണ്. ഓക്കെ, ഇഫ് ഇറ്റ്സ് നോട്ട് ഇന്ത്യ, anywhere in the world, അങ്ങക്ക് എവിടെ വേണമെങ്കിൽ പോവാം. നോട്ട് ഇന്ത്യ, എവിടെ ചൂസ് ചെയ്യും? മനസ്സിലൊരു പ്ലേസ് ചൂസ് ചെയ്യാം. രാജ്യമാണ് പറയണ്ടല്ലോ. പറയണ്ട, വിചാരിച്ചാൽ മതി. ഓക്കെ, കിട്ടിയോ? Now I want you to change your mind just like that, to make it more complicated. Now this is really random. അല്ലേ, എനിക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാനുള്ള പോസിബിലിറ്റി? You thought of something, ഇത് മാറ്റി. ഇത് ആരോടും പറഞ്ഞിട്ട് പറ്റില്ല, ഇത് ഇപ്പം നിങ്ങളുടെ അല്ലേ? ഓക്കെ. So the idea, month of an year, ഒരു മാസം, അതായത് I don't know, ഡിസംബർ ടു ജാനുവരി, ഏതെങ്കിലും ഒരു മാസം മനസ്സിൽ ഓൾറെഡി കിട്ടി. പക്ഷേ ഒരു പ്രത്യേക അങ്ങനെ ഒരു കാരണം ഉണ്ടായിട്ട് ഇത് ചിന്തിക്കരുത്. ഇപ്പം നിങ്ങളുടെ അങ്ങനെ ഉണ്ടെങ്കിൽ മാറ്റുക. കംഫർട്ടബിൾ ആണോ? രണ്ട് ഡിസിഷനിലും കംഫർട്ടബിൾ ആണ്. ഓക്കെ. ഒരു ചെറിയൊരു ഒരു 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 കാര്യമുണ്ട്, എന്നെ വഴക്കൊന്നും പറയരുത്. ഉണ്ണിക്ക് തരാൻ വേണ്ടി മുമ്പ് ഒരാളെ ഏൽപ്പിച്ച ഒരു കാര്യമാണ് ഉണ്ണി കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഷൂ കെട്ടിയതൊക്കെ അത് കയ്യിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. ഓക്കെ. അപ്പോൾ എനിക്ക് കണ്ടില്ല ഞാൻ ഇൻട്രൊഡക്ഷൻ തന്നെ എന്തിനാണെന്ന്. എല്ലാം പ്ലാൻഡാണ് മോനെ. അപ്പോൾ തുറന്നോ, അത് ഒന്ന് തുറക്കോ? ഒന്നുമില്ല, ഒരു കാര്യമാണ്, നിങ്ങൾക്കറിയാവുന്ന ഒരാൾ തന്ന ഒരു കാര്യമാണ്. പണിയാണോ? ആയിട്ട് വന്നോ? ഇതെന്താ? മനസ്സിലായല്ലേ? അപ്പോൾ എന്തോ കാര്യമുണ്ട്. ഇരിക്കണോ? To see you in January. Hope this will remind you of our last conversation. എനിക്ക് കത്തിയിട്ടില്ല. The keyword? Read that loud please, the first line. Dear Unni, I hope to see you in January. Okay, got it. എന്താ മനസ്സിലായത്? മാസം ജനുവരി ആയിരുന്നോ? ശരിക്കും അല്ലേ? അതെ. ഉണ്ണി, ഓണസ്റ്റ്ലി ഏത് രാജ്യം ചിന്തിച്ചത്? ആദ്യം ചിന്തിക്കാൻ പറഞ്ഞു. സോ ഐ ചേഞ്ച് ഇറ്റ്. ദാറ്റ് വാസ് ലൈക്ക് പറഞ്ഞോളൂ. ഇംഗ്ലണ്ട് ആൻഡ് ഇറ്റലി. ഓക്കെ, ഐ മീൻ ഇംഗ്ലണ്ട് ഫൈനലി കൺഫേം ചെയ്തതിലാണ്. യു ആസ്ക് മീ ടു സെലക്ട്. അതെ, രാജ്യം. അപ്പോൾ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, then you changed it to ഇറ്റലി അല്ലേ? രണ്ടാമത് ഇറ്റലിയിലാണ് കൺഫർമേഷൻ. അത് എവിടുന്നാ വന്നെന്ന് നോക്കൂ. എയർമെയിൽ I have nothing to do with it. ആളേരെന്ന് മനസ്സിലായോ? പക്ഷെ എനിക്ക് അങ്ങനെ പരിചയം. That is a surprise. ബൈസൺ ബൊഫലോ നാഷണൽ വൈൽഡ് തേക്കടി ടു സോറി ഇയാളുടെ പേര് തേക്കടിയിൽ വല്ല മെമ്മറി? തേക്കടി I'm okay with it. Whatever it is, this is a nice place. Remember this, Keta. Hope this will remind you of our last conversation. വീട്ടിൽ പോയിട്ട് ആലോചിക്കുക, നമുക്ക് പിന്നീട് സംസാരിക്കാം. എല്ലാവരും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാം റെക്കോർഡ് ചെയ്യും. ഇരിക്കട്ടെ. ഇതാണ് ഇൻട്രോ അല്ല വായിക്കാൻ ഇത് എനിക്ക് പോലും വായിക്കാൻ തോന്നുന്നില്ല. എന്നെ 23 എന്നുള്ള ഗസ് ചെയ്ത് ഒരു രക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. 23 ഞാനിങ്ങനെ ഇങ്ങനെ മനസ്സിൽ 23 എത്തുന്ന 23 ഉള്ളി പറഞ്ഞു. അങ്ങനെയാണ് ഒരു പോയിന്റിൽ ക്യാച്ച് ചെയ്യണം. അതാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഡ്രിഫ്റ്റ് ചെയ്ത് പോലെ. കറക്റ്റ്. അതുകൊണ്ടാണ് നമ്മുടെ സബ്ജക്റ്റിൽ പ്രജഡിസം പാടില്ല പറയും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നോ? അതായത് ഇപ്പോൾ ഞാൻ ഇതെവിടെയോ സംസാരിച്ചത് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു പൂവിൻ്റെ പേര് വിചാരിക്കാൻ പറയുമ്പോൾ ഇഫ് യു വെൻ ഫോർ റെഡ് റോസ്, അത് ഞാൻ രണ്ടാമതും ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം എന്താണ് ഒരിക്കലും കിട്ടാത്ത പോലെ ചെമ്പകോ
എല്ലാം പോവും ഒരിക്കും പോവും അങ്ങനെയൊക്കെ വിചാരിക്കാനാണ് നമ്മുടെ മനസ്സ് പോവുക. അങ്ങനെയാണ് നമ്മുടെ ഈ ചാലഞ്ച് അല്ലേ? അതെ അതെ എക്സാക്ട്ലി. അപ്പോൾ പ്രജുഡിസം പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് ആ ഒരു റൈറ്റ് മൊമെന്റിൽ നമ്മൾ ലോക്ക് ചെയ്യുന്നത്. സോ യു ഡിഡ്ന്റ് ഹാവ് എൻ ഓപ്ഷൻ. അപ്പം പെട്ടെന്നൊരു ഓപ്ഷൻ ഇല്ല, പെട്ടെന്ന് വന്നു. പിന്നെ അമേസ്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്നെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ പോലും ഓപ്ഷൻ ഇല്ല. അതെ അതെ. സോ മാജിക്കിലാണ് നമ്മൾ നിർത്തിയത്. മാജിക് നമുക്ക് മാജിക് ചെയ്യാം. എനിക്ക് ഒരു ത്രെഡ് ഇത് തരുമോ പ്ലീസ്? താങ്ക് യു. ശ്രമിക്കാമെന്നേ ഉള്ളൂ. Ready? Come. You asked for it. One. Come here. Come. Hold it. Yeah. Pull it. Thank you. Yeah, traditionally ആൾക്കാർ ഈ സമയത്ത് ക്ലാപ്പൊക്കെ ചെയ്യും. അത് കളഞ്ഞോ? അത് സുവനീർ ആക്കിട്ട് വെക്കണ്ടേ? എന്തോ പ്രാക്ടീസ്. Do not try this at home. Of course. ഇതാണോ മാജിക്? Unni, what do you see? Kind of a broken plastic, glass, some glass, yeah. Shattered അല്ലേ? Shattered, piece of it. പക്ഷെ കുറേയൊക്കെ കാണുന്ന പെർസ്പെക്റ്റീവിലുണ്ടല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ ഡിഫൈൻ ചെയ്യും എന്താ നിങ്ങൾ കാണുന്നത്? What do you see? എനിക്കൊരു ഇറ്റ്സ് ലൈക്ക് ട്രാഷ്. ഇതിൻ്റെ ഒരു ഈ ഷൈൻ കണ്ടപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് kind of a diamond is what I felt of. Okay. So it depends. So the idea again is forget philosophy. Let me focus. Solid. Sorry about that. Sorry. I'm kind of exhausted. നമുക്ക് മറ്റേ നാടോടിക്കാരിലെ പോലെ വേണമെങ്കിൽ ഞാൻ ഓട്ടോഗ്രാഫൊക്കെ ചെയ്തു തരാം കേട്ടോ. അവൻ പറയും ഓ വേണ്ട. ചെയ്യണം
ദിസ് ഇസ് ലൈക്ക് ഗ്രേറ്റ്. ഏയ് താങ്ക് യു ദാറ്റ്സ് സൂപ്പർ. എന്നാലും ഇവിടെ ഇരിക്കട്ടെ. ഞാൻ എൻ്റെ പുതിയ അവിടെ ഇരിക്കണ്ട, വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പുതിയ വീട്ടിൽ അല്ലേ, നമ്മുടെ പുതിയ വീട്ടിൽ ഇങ്ങനെ ഫ്രണ്ടിൽ വെക്കാം. ഞാൻ വല്ല സൂപ്പർ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ ഓക്കെ. ചോദിക്കണ്ട പറയൂല. ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് പേടിയാവുന്നു.